ശ്രീ ശിവശങ്കർ 1990-ലെ അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ നയിച്ച രഥയാത്രയിൽ ഉയർത്തപ്പെട്ടതാണ് രാമക്ഷേത്ര നിർമ്മാണം എന്ന നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്ലോഗൻ. ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ വാഗ്ദാനം പോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതൊരു BJP പ്രൊജക്റ്റ് അല്ലേ? ഇതെങ്ങനെയാണ് ഒരു നാഷണൽ പ്രൊജക്റ്റ് ആകുന്നത്? ഇത് എവിടെയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഒരു ഇടപെടൽ ആവശ്യമാകുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ? രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിത് അങ്ങയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്ന്, ഈ രാമജന്മഭൂമി ക്ഷേത്രം അതിന്റെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് പൊളിക്കുന്നതോ എന്നും അതിന്റെ ചരിത്രം തുടങ്ങുന്നത് സജീവൻ പറയുന്നത് പോലെയും ഇത് 1992 തുടങ്ങുന്ന ചരിത്രമല്ല. ഇത് 11-ാം നൂറ്റാണ്ടിൽ തൊട്ട് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അത് 16-ാം നൂറ്റാണ്ടിൽ പൊളിക്കപ്പെട്ടു എന്നുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് ചരിത്രത്തെ തുടങ്ങേണ്ടത് സജീവൻ ആരംഭിക്കുമ്പോൾ, സജീവന് ആഗ്രഹമുള്ളപ്പോൾ അല്ലെങ്കിൽ ഗോപികൃഷ്ണന് താല്പര്യമുള്ളപ്പോൾ തുടങ്ങേണ്ട ചരിത്രമല്ല എന്ന് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അത് രാമജന്മഭൂമി ക്ഷേത്രം തുടങ്ങുന്നത് അത് ഒരു പൊളിറ്റിക്കൽ പ്രശ്നമായിട്ട് മാത്രമല്ല, അത് അദ്വാനിജിയുടെയൊക്കെ കാലഘട്ടത്തിന് എത്രയോ മുമ്പ് തന്നെ 500 വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരമായി ഒരു ജനത യുദ്ധം ചെയ്ത ചരിത്രം, അതിനുവേണ്ടി സമരം ചെയ്തതും കേസ് കൊടുത്തതൊക്കെ ബിജെപിയായിട്ട് ബന്ധമുള്ള ആൾക്കാർ പോലില്ല. അത്തരത്തിലുള്ള ചരിത്രമുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക് അവിടെ കടക്കുന്നില്ല, അതെല്ലാം നിങ്ങൾ ചിന്തിക്കട്ടെ. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ രാഷ്ട്രീയമായിട്ട് ഈ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വളരെ വളരെ ഇടുങ്ങിയ പാതയിലേക്ക് നിങ്ങൾ പോകുന്നത്. ഇതിന് മറ്റൊരു ഒരു രീതി കൂടിയുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ BJPയെ അത്തരത്തിലുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി പറയാണ് CPMന് ഒരു കൃത്യമായ നിലപാടുണ്ടെന്ന്. പക്ഷെ CPMന്റെ കൃത്യമായ നിലപാട് നമുക്കറിയാം. വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരിയിൽ ആരംഭിക്കുമ്പോൾ ഈ ഇന്ത്യയിലെ ആ വിവേകാനന്ദ കേന്ദ്രത്തിന് 1 രൂപ പോലും കൊടുക്കാത്ത ഒരേ ഒരു സ്റ്റേറ്റ് EMS നമ്പൂതിരിപ്പാടിന്റെ ഭരണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരായിരുന്നു. പക്ഷെ ഇന്നത് അംഗീകരിക്കുന്നുണ്ടോ? വിവേകാനന്ദനെ നിരന്തരം DYFIയുടെ ഭാഗമായി പോലും ഉയർത്തിക്കാട്ടുന്ന ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവേകാനന്ദ കേന്ദ്രത്തിന് 1 രൂപ ഒന്നും കൊടുത്തില്ല എന്നുള്ള ചരിത്രവും കൃത്യതയുമെല്ലാം നിങ്ങൾ നിരന്തരം മറക്കും. അതുപോലെ തന്നെ VD സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ വെച്ചു നോക്കൂ. കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ എന്തായാലും ആരും പോകുന്നില്ല എന്ന്. കൃത്യമായി അവസാനം എന്തായാലും ഞാൻ കേട്ടിട്ടില്ല, അത് ഒരു ഇദ്ദേഹം പറഞ്ഞതുപോലെ പറയുന്നത് ഇവിടെ ഏതായാലും ആരും പോകുന്നില്ല. അപ്പൊ രാജു പി നായർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇത് ചർച്ച ചെയ്തിട്ടാണോ? VD സതീശൻ പറയുന്നുണ്ടല്ലോ ഇവിടെ ആരും പോകുന്നില്ല, അത് കോൺഗ്രസിന്റെ തീരുമാനമാണോ? രാജു പി നായർ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? രാജു പി നായർ ശ്രീരാമ ഭക്തനാണോ? അദ്ദേഹത്തെ ഹിന്ദു ഭക്തനാണോ? അദ്ദേഹത്തിന് പോകാൻ ആഗ്രഹമുണ്ടോ? VD സതീശൻ പറഞ്ഞ കാരണം ഇതെല്ലാം അങ്ങ് രാജു അങ്ങയുടെ ചോദ്യമല്ല, അങ്ങ് ചോദിക്കേണ്ടത് ഇതായിരുന്നു. എന്നോട് മാത്രമേ ചോദിക്കുള്ളൂ, എനിക്കറിയാം. അപ്പോ ഇത് സോമനാഥ ക്ഷേത്രം മുതൽ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമാണ്. നിരന്തരം അവരെങ്ങനെയാണോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് നിരന്തരം ശ്രമിക്കുന്നത്. നെഹ്റുവിന്റെ കാലഘട്ടത്തിലൊക്കെ അത്തരത്തിലുള്ള ഭാരതത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയം, ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ ശ്രീ ശിവശങ്കർ, ഭാരതത്തിന്റെ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ താങ്കൾ പറയുന്ന ഈ ആശയത്തിന്റെ ഈ സംസ്കാരത്തിന്റെ ഒക്കെ ചരിത്രത്തെ കുറിച്ച് അറിയുന്നവരെ താങ്കൾ പരിഹസിക്കരുത് ദയവായി ശ്രീ ശിവശങ്കർ. നമ്മളെല്ലാം തന്നെ അത് പഠിക്കുകയും ആ ചരിത്രബോധം ഉള്ളിൽ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഹിന്ദു ധർമ്മ സംരക്ഷണം എന്നത് BJPക്ക് തീരെഴുതി തന്നിട്ടില്ല ഈ രാജ്യം. ഞാൻ അതേ ചരിത്രബോധം ഒരിക്കലുമില്ല. നിങ്ങളും കൂടെ ഏറ്റെടുക്കുന്നല്ലേ പറയണേ. ഈ രാമജന്മഭൂമി ട്രസ്റ്റ് പറയുന്നത് ദേ ആർ ഇൻവൈറ്റിംഗ്. നരേന്ദ്രമോദി പങ്കെടുക്കുന്നു, നിങ്ങളും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കട്ടെ. സോ ദേ ആർ ഇൻവൈറ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ ഭരണകൂട ഒരു ഭാഗമല്ല, അതൊരു ട്രസ്റ്റി, പരാശരൻ അടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ 12 ക്ഷേത്ര മഠങ്ങളുടെ മഠാധിപതിമാരുള്ള ഒരു ട്രസ്റ്റിന്റെ ഭാഗമായി ക്ഷണിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് മാത്രം തരണ്ട, നേതൃത്വം കൊടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണോ ശ്രീ ശിവശങ്കർ? അത് നിശ്ചയിക്കേണ്ടത് ട്രസ്റ്റ് അല്ലേ ഗോപികൃഷ്ണൻ? നമ്മൾ അതിലും എന്തിനാ ഇടപെടുന്നത്? ചാനൽ ചർച്ചയിൽ ഇരുന്ന് നിശ്ചയിക്കാനുള്ളതാണോ ഒരു പരമമായ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുകൾ? എല്ലാവരുടെ അവകാശത്തിലേക്ക് ഇത്ര ഇടപെടുന്നത് എന്തിനാണ്? Why you twist the facts? ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞു, അല്ലല്ല താങ്കൾ പറഞ്ഞു, 1 മിനിറ്റ്, താങ്കൾ പറഞ്ഞത് ഇത്. ഞാൻ എന്റെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. 1990-ൽ ഇത് ഇന്ത്യയുടെ
ഇന്ത്യയുടെ സംവാദ മണ്ഡലത്തിലേക്ക് എന്റെ ഉയർത്തി ഉത്തരം വളരെ ഇതൊരു കൃത്യമാണ് പൊളിറ്റിക്കൽ ഗോപികൃഷ്ണൻ. സ്ലോഗനായി കൊണ്ടുവന്ന് LK എന്റെ- അഡ്വാനി, മുരളി മനോഹർ ജോഷിയും അവർ ക്ഷണിക്കപ്പെട്ടോ എന്നുള്ള കാര്യം പോട്ടെ, മാർഗദർശക് മണ്ഡലത്തിൽ അവർ ഇരിക്കുന്നു പോട്ടെ. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം അതേ അല്ല. താങ്കൾ അവിടെ ട്വിസ്റ്റ് ചെയ്തു. താങ്കൾ അവിടെ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചതിൽ എന്തോ വലിയ ചോദ്യം ഉന്നയിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് ഇതൊരു നാഷണൽ പ്രോജക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഈ സെക്യുലാർ ഇന്ത്യയിൽ ഈ നാഷണൽ പ്രോജക്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇത് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വെപ്പണാണ്, നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇതിലൂടെ നടപ്പാക്കപ്പെടുന്നതെന്ന് 90 മുതലുള്ള BJPയുടെ വളർച്ചയും ആ ചരിത്രവും വെച്ച് നിങ്ങളെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയാണ്. അതിന് നിങ്ങൾ മറുപടി പറയണ്ടേ? ഈ മറുപടികളും ചോദ്യങ്ങളും എല്ലാം സുപ്രീം കോടതി കൃത്യമായി അവസരത്തിൽ ചോദിക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്തിട്ടാണല്ലോ ഈ ട്രസ്റ്റ് രൂപീകരിച്ചതും ഇത് ക്ഷണനപത്രയൊക്കെ വന്നതും. മാത്രവുമല്ല, ഇത് BJPയുടെ അധികാരത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ചിന്തയൊക്കെ എത്രയോ മുൻപ് തന്നെ 76-77 കാലഘട്ടത്തിൽ അവിടെ എസ്കലവേഷൻ നടന്നപ്പോൾ, ഖനനം നടന്നപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്താ പദ്ധതികൾ ഉണ്ടായില്ല? അന്നും ഈ പറഞ്ഞ ASI എല്ലാം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേസിനെ കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. നിങ്ങൾ പറയുന്ന സുപ്രീം കോടതി തീർപ്പ് പറഞ്ഞ ഒരു കേസിനെ കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഇതിന്റെ പൊളിറ്റിക്കൽ മോട്ടീവ് എന്താണെന്നല്ലേ, ആ ആക്ഷേപത്തെ കുറിച്ചല്ലേ, അതിന്റെ ആരോപണത്തെ ഉൽപ്പന്നമാണല്ലോ ഈ കുറിച്ചല്ലേ. പറയുന്ന ട്രസ്റ്റും ഈ പറയുന്ന പിന്നെ അല്ല ഒരു എതിർ പ്രതിപക്ഷ കക്ഷികൾക്ക് എന്ത് ആരോപണം, എന്ത് ആക്ഷേപമാണ് ഉന്നയിക്കാൻ സാധിക്കാത്തത്? അവർ നിരന്തരം ഇത്തരമുള്ള ആക്ഷേപം ഉന്നയിക്കും. അതിന് ജനങ്ങൾ നൽകുന്ന ഉത്തരമാണ് ഏറ്റവും പ്രധാനം. അതൊരു സംശയമില്ല. രണ്ട്, ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ ഈ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അല്ല, ഞാൻ രാജു പി നായരോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും കൂടി നൽകിയാൽ സന്തോഷം.